Subscribe now and press the bell icon. Never miss an update. Hi everyone, it's me Riaz. You are watching Riaz Tech World YouTube channel. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എന്താണെന്നല്ലേ, ഒരു സർപ്രൈസ് ആണ് നമുക്ക് കാണാം. ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ ആണ്. ഫസ്റ്റ് വൺ എന്താണെന്ന് അറിയണ്ടേ, സൺഷൈൻ്റെ ഷോർട്ട് കില്ലറാണിത്. സൺഷൈൻ ഷോർട്ട് കില്ലർ. ഇത് അയണാണ്, സോൾഡറിങ് അയൺ. T12-x OSS ടീമിൻ്റെ T12-x സോൾഡറിങ് അയണാണ്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് ഫ്ലെക്സ് ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് റിലൈഫിൻ്റെ F20 ഹൈഡ്രോജനേറ്റഡ് സോൾഡർ ഫ്ലെക്സ് ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഐസികളാണ്, അത് ഇതിനകത്ത് ഉണ്ടാവും. നമുക്ക് ഇത് കണ്ടില്ലേ, ബോക്സ് കാലിയ. സോ നമുക്ക് ആദ്യം തന്നെ ഷോർട്ട് കില്ലർ ഒന്ന് നോക്കാം. ഷോർട്ട് കില്ലർ ഇത് പ്രോബ്, ഷോർട്ട് കില്ലറിൻ്റെ പ്രോബാണ്, മനസ്സിലായല്ലോ. AV വയറാണ്. ഇതാണ് ഷോർട്ട് കില്ലർ. സൺഷൈൻ P30 ആംബിയറിൻ്റെ ഷോർട്ട് കില്ലറാണ് നമ്മൾ വരുത്തിയത്. മാക്സിമം വോൾട്ടേജ് 5.5 വോൾട്ട്, അതായത് ബോർഡിന് ഒരു കംപ്ലൈൻറ്റും വരത്തില്ല. മാക്സിമം ആംബിയർ 30 ആംബിയർ, മനസ്സിലായില്ലേ. 0.3 തൊട്ടാണ് 5.5 വരെ. വോൾട്ടേജ് 5.5 എന്ന് പറയുമ്പോൾ 6 വോൾട്ടേജ് വന്നാലും ഇപ്പോഴത്തെ മദർ ബോർഡ്സിനൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ 5.5 കറക്റ്റ് വോൾട്ടേജാണ്. ഹൈ വോൾട്ടേജ് ഡു നോട്ട് ഓപ്പൺ. ഹൈ വോൾട്ടേജ് വരുമ്പോഴത്തേക്ക് വലിയ വോൾട്ടേജ് വരുന്നത് വർക്കാവത്തില്ല. പ്രത്യേകം അതിനകത്ത് വാർണിംഗ് തന്നെ എഴുതിയിട്ടുണ്ട്. സോ ഇതിൻ്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള വാറണ്ടിയാണ്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട്, നമുക്ക് ഫസ്റ്റ് അൺബോക്സിങ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അതിൻ്റെ സ്വിച്ച്, അതിൻ്റെ പ്രോബ്, കണക്ട് ചെയ്യാനുള്ള പോർട്ട് ഉണ്ട്. ബാക്കി നമുക്ക് വർക്ക് സ്റ്റേഷനിൽ പോയിട്ട് കാണാം. ഓക്കെ, അടുത്തത് നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇത് പുതിയ അയണാണ്, T12-x. ഇത് നമ്മുടെ ബില്ലാണ്. നമ്മൾ 2 IC WTR 2965 5 പീസ് വരുത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് കുറേ സെറ്റുകൾ ചെയ്യാനുണ്ട്. ഇത് iPhone 7ൻ്റെ U2 IC ആണ്, 1610 A3 IC ആണ്. അപ്പോൾ WTR IC, ആർക്കെങ്കിലും IC ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇടാം, കോൺടാക്റ്റ് ചെയ്താൽ മതി, വാട്സാപ്പ് നമ്പർ. അതുപോലെ തന്നെ ഇത് സ്റ്റെൻസിലാണ്. ഇത് വരുത്താൻ കാരണം ഇത് കിയാൻലിയുടെയാണ്. കിയാൻലി ഏറ്റവും ബെറ്റർ പ്രോഡക്റ്റാണ് ഈ സ്റ്റെൻസിൽ. MD MediaTek CPU റീബോൾ ചെയ്യുന്ന സ്റ്റെൻസിലാണ്. ഇപ്പോൾ എനിക്ക് Oppo A1K 2 CPU റീബോൾ ചെയ്യാനുണ്ട്. സോ അതുകൊണ്ട് വരുത്തിയാണ് സ്റ്റെൻസിൽ. എൻ്റെ സ്റ്റെൻസിൽ ശേഖരമൊക്കെ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അയൺ യൂണിറ്റ്. ആൻറ്റിസ്റ്റാറ്റിക് കേബിളുണ്ട്. അതുപോലെ തന്നെ അയൺ യൂണിറ്റ് ഉണ്ട്. കണ്ടില്ലേ, പോർട്ട് ടിപ്പ് സെപ്പറേറ്റ് ആണ് വരുന്നത്. ഇതാണ്, അതായത് നമ്മുടെ JBC T210 അതേ ഇതിലുള്ളതാണ്. JBC T210 ഏകദേശം 10,000-ന് മുകളിൽ റേറ്റ് വരുന്നുണ്ട്.
ഇത് വന്നിട്ട് കണ്ടില്ലേ, ഇത് ഫുൾ സെറ്റ്. ഇതിനകത്ത് നമുക്ക് ഏത് ഇത് വേണേലും ഇടാം. ഞാൻ ഇതിൻ്റെ ടിപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നീട് ഞാനത് ക്യാൻസൽ ചെയ്തു. കാരണം ഈ ടിപ്പ് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് ഇത് കണ്ടില്ലേ, വലിച്ചെടുത്തിടാം, ഫിക്സ് ചെയ്യാം. നമ്മുടെ മറ്റേതൊക്കെ നമുക്ക് അഴിക്കണം. അതായത് നമ്മുടെ ക്യുക്കിൻ്റെ 850A അയണൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രോബ്, ഈ പെന്നുണ്ടല്ലോ, ഈ പെൻ ഇവിടെ വെച്ച് പൊട്ടിയിട്ട് ഡാമേജ് വരുന്നുണ്ട്. സോ ഇതാകുമ്പം നമ്മളൊന്നുമില്ല, ഇതിട്ടാൽ മതി. ഇത് നമുക്ക് മാറാം, ഇത് നമുക്ക് മാറിയെടുക്കാം. സോ കണ്ടില്ലേ, ഇനി അയൺ യൂണിറ്റ് ഇതാണ് അയൺ യൂണിറ്റ്. നമ്മുടെ സൺഷൈൻ്റെ പിന്നെ ഷോർട്ട് കില്ലർ കണ്ടല്ലോ, ഷോർട്ട് കില്ലറിൻ്റെ ഏകദേശം അതേപോലെയൊക്കെ ഇരിക്കും. പക്ഷെ അതല്ല, ഇത് ആൻറ്റിസ്റ്റാറ്റിക് ആണ്. കണക്ടിവിറ്റി നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഇത് ടിപ്പ് ക്ലീനർ. ഓൾറെഡി നമ്മൾ സ്റ്റാൻഡേർഡ് ടിപ്പ് ക്ലീനർ വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ വയറാണ്, AC വയർ. അതുപോലെ തന്നെ സ്റ്റാൻഡ്, ഗണ്ണ് സ്റ്റാൻഡ്. എന്താ സ്റ്റൈല്, ഗണ്ണിൻ്റെ സ്റ്റാൻഡ്. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ 2 ഗ്രിപ്പ് കൂടെ ഉണ്ട്. കണ്ടില്ലേ, നമുക്ക് ഗ്രിപ്പ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രിപ്പ് ഊരിയിട്ട് നമുക്ക് ഈ ഗ്രിപ്പ് ഇടാം. ഇത് JBCക്ക് വരുന്ന ഗ്രിപ്പാണ്. അതുപോലെ തന്നെ ഇത് ക്യുക്കിൻ്റെ ഗ്രിപ്പാണ്. ക്യുക്കിനും ഈ കളറാണ് വരുന്നത്. സോ നമ്മൾ ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങൾ കൂടെ വരാനുണ്ട്. ഇന്നത്തെ അൺബോക്സിങ്ങിൽ ഇത്രയാണ്. ഇനി നമുക്ക് അടുത്ത ഇതിൻ്റെ റിവ്യൂസ് നോക്കാം. ഓക്കെ.